Namaskaram എല്ലാവർക്കും. Thank you so much for coming here. Firstly, എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. And we're getting excellent comments, excellent reviews, and entire cast and crew ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കാം. Allow me to introduce all of them. Let me start with the man who rarely appears. നമ്മുടെ interviews ഒന്നും ഇവരായിട്ട് appear ചെയ്തില്ല. The captain of the ship. Let's hear it for our director, please. Mr. Sati. And then we have our producer, J.D. Singh. We have Rasool sir. And of course there's Kishore, there is Kalesh, Merin. At the back we have Aryan, we have Gargi, and we have Krishma, we have Revati, and of course we have Suraj. That's our editor. Revati is the beautiful woman. We flashback under the gorgeous woman. She is Revati and our editor. So, please go on. We are here. The floor is open for you. So, let's start. And of course, naturally. I'll start here then. Vipin. Ara Vipin. Vipin then start it over. Vipin no? Nipin. Okay, Nipin. Let's start with Nipin, please. Nipin ഇങ്ങനൊരു ജോൺ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പാരനോർമൽ മ്യൂസിയം ജോൺ വരുന്നത്. അതിപ്പം ഏറ്റവും ജീവിത എക്സ്പീരിയൻസ് ചെയ്യുന്ന സൗണ്ട് എല്ലാം ഒപ്പത്തിനൊപ്പം ഏറ്റവും നാളത്തെ എഫേർട്ടായിരുന്നു ഇങ്ങനൊരു ജോണർ ചെയ്ത് ഇങ്ങനൊരു എഫേർട്ട് ഇട്ട് ഇങ്ങനെ സിനിമ ചെയ്യാമെന്നൊരു തോന്നുന്നുണ്ടായിരുന്നു. ഡെഫിനറ്റാണ് ഇത് ആക്ച്വലി 2011-10 കൺസീവ് ചെയ്തൊരു സബ്ജക്റ്റായിരുന്നു. അതിങ്ങനെ ഞാൻ റസൂലുമായി ഡിസ്കസ് ചെയ്യായിരുന്നു. he was ready to produce at one point in time. പിന്നെ പാൻഡമിക് വന്നു, അങ്ങനെ അത് കട്ടായി. ആ സമയത്ത് ജെഡി, my dear friend and colleague, I was discussing it with him. He said, let's do this. And he had the balls to come to market with nobody had come and produce it and that a movie like that. അങ്ങനെയാണ് എൻ്റെ കൺസെപ്ഷൻ തുടങ്ങി. ഓൾസോ കുറച്ച് എക്സ്പീരിയൻസസ് MTV ഒരു ഗേൾസിനെ കടന്നൊരു റിയാലിറ്റി ഹൊറർ റിയാലിറ്റി സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രിയേറ്റർ ആൻഡ് ഡയറക്ടർ. അപ്പോൾ അതിൻ്റെ സമയത്ത് കുറേ റിയൽ ലൈഫ് ഇൻസിഡൻസ് ബിഹൈൻഡ് ദ സീൻസ്, പാരനോർമൽ എക്സ്പീരിയൻസ്, അതിൽ നോട്ട് ഓൺ ചെയ്തിരിക്കുക. അപ്പോൾ അതെല്ലാം ഇതിനകത്തോട്ട് ഒരു ഡോക്ടർ പറയാം, എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൾച്ചർ ചൂസ് ചെയ്യാൻ കാരണം? തെയ്യം പോലത്തെ ഒരു ഹോറർ മോഡിലേക്ക് ഇങ്ങനത്തെ ഒരു കൾച്ചർ ചൂസ് ചെയ്യാൻ കാരണം? ഫിലിം ചെയ്യുകയാണെങ്കിൽ ഒരു പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫിലിം ചെയ്യാൻ ഒരിക്കലും എപ്പോഴും മലയാളത്തിൽ തന്നെ ചെയ്യണമെന്ന് എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആൻഡ് ഇവിടുത്തെ കഥ ടു ടെൽ സ്റ്റോറീസ് ഫ്രം കേരള ടു ദ വേൾഡ്, അതായത് ദാറ്റ് വാസ് മൈ ഐഡിയ. അപ്പോൾ തെയ്യം നമ്മുടെ ഈ ആൻസസ്റ്റർ വർഷിപ്പ് ഇതുമെല്ലാം തെയ്യം വെരി ബ്യൂട്ടിഫുള്ളി തെയ്യം സാർ, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കേട്ടപ്പോൾ സൗണ്ടിന്റെ ഭാഗം എത്രത്തോളം സാറിന് ഊഹിക്കാന്നുള്ളതായിരിക്കും. അപ്പം എത്രത്തോളം അതായത് മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്റെ സിഗ്നേച്ചർ ആയിരിക്കണം എന്നുള്ളതിൽ തന്നെയായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് മേക്കോ മനസ്സിലുണ്ടായിരുന്നത്? ഇല്ല, അങ്ങനെ സിഗ്നേച്ചർ സംഭവമൊന്നുമില്ല. ബേസിക്കലി നമ്മളൊരു ഈ ജോണറിൽ ഒരു സിനിമ ചെയ്യുമ്പോഴും ഈ ശബ്ദം കൊടുത്ത് ഒറ്റയായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന പരിപാടി അത് വേണ്ട എന്ന് ഞാൻ ഒരു ബേസിക് ഡിസൈൻ കൺസെപ്റ്റ് അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് I wanted to work in fear as an emotion. That is a long-standing emotion. It's not just one sporadic, one spike that you saw something in this. അങ്ങനെയല്ല, അത് ഒരു ലോങ്-സ്റ്റാൻഡിങ് ഇമോഷനായിട്ട് വിളിക്കണം. അത് ഫിയർ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഫിയർ ഉണ്ട്. പേരൻസ് ആർ ഫിയർ, ദേ ആർ സ്കെയർഡ് അബൌട്ട് ദെയർ ചിൽഡ്രൻ ഗോയിങ് ആസ്ട്രേ. നമ്മൾ കുട്ടികൾ ബൈക്കിൽ പോകുമ്പോഴും അതെല്ലാം സംഭവിച്ചു പോകും, ബൈക്കിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്ലി ഇൻ അവർ
psyche, you know, fear as an emotion. അത് ഒരു സിനിമയിൽ നമ്മൾ കാണിക്കുന്ന പ്രത്യേക സ്റ്റോറിയിൽ ഹൗ യു വീവ് ഇറ്റ് ഇൻ ആൻഡ് സൗണ്ട് ഹാസ് ദ എബിലിറ്റി ടു ബ്രിങ് പീപ്പിൾ ടേക്ക് ഇൻസൈഡ് ദ ഫിലിം. I wanted to work a very ambisonic sound design so that people stay put, you know, people stay with the film and yet feel, you know, there is a sense of danger happening. We wish that the kids would have done something like that, you know. It is the same feeling that a parent would feel when their young child, you know, was not going to like take bicycle out of the house. I want the same feeling to come to the audience. You know, it's kind of a, how can I connect the everyday reality of our living to a film of this genre and kind. That is my basic idea. That's how I work towards creating the soundscape. You know, so that's you know, and we are a family, so like I said, we are nepo cousins, you know, so വടക്കൻ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പാണ്. group ആണ്. Our family group, Vadakan group ആണ്. You know, so he was always there to the kind of like support for everything. When it comes to cast, ഇപ്പോൾ ആരും മനസ്സിൽ ഉദ്ദേശിച്ചല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എഴുതി തുടങ്ങിയത്. ഞങ്ങൾ കഥാപാത്രം ഉണ്ടാക്കിയ മനസ്സിൽ ഞങ്ങൾ അതിനുശേഷം അതിന് ഫ്ലഷും ബോക്സും എല്ലാം വന്നതോടുകൂടി ഇവരെ ഡിസ്കസിങ് ഹൂ ഡു വി ടോക്ക് ഹൂ ഓൾ വി ഡു വി ടോക്ക് ടു. അങ്ങനെ ഇതിൻ്റെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വൺ ഡേ സിറ്റിംഗ് വിത്ത് us suggested Kishore sir's name and I immediately called him, said everything was told in the story and he said I thought you would make me 2, 3, 4 rounds of narration. We have to know and do we start shooting. And it's in the task like it. Then everything is so easy. All of them, one by one everything connected from there. ഇത് കംപ്ലീറ്റ് ഒരു പരീക്ഷണ ചിത്രമാണ്. അപ്പോൾ ഇതിന്റെ ത്രെഡ് ഉണ്ടായിരുന്നു, ആദ്യത്തെ ത്രെഡ് ഇങ്ങനെ ചെയ്യാനൊരു ഐഡിയ വന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി എക്സ്പെരിമെന്റ് മൂവിയാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ത്രെഡ് എവിടെയായിരുന്നു ഇങ്ങനെ ചെയ്യാനൊരു ഐഡിയ ഫസ്റ്റ് തോട്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ റിയാലിറ്റി ഷോ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാം ഒരു റിയാലിറ്റി ഷോ കമ്പടി ഓൾ ദ വേൾഡ് സ്റ്റേജ് ഓൾ ദ പീപ്പിൾ ക്ലിയർ വൈ കമ്പടി അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് നോക്കിയാലും ബിഗ് ബോസിന്റെ പീപ്പിൾ ആൾക്കാർക്ക് അഡിക്ഷൻ ഓൾ ദോസ് തിങ്സ് കൺട്രോൾ ബൈ സംബടി. യു കൻ സീ എലമെന്റ്സ് ഓഫ് അതോറിറ്റേറിയനിസം ഇൻ ദീസ് തിങ്സ്. അപ്പോൾ ആ ഒരു തരത്തിൽ നിന്നാണ് ആ റിയാലിറ്റി ഷോയുടെ കൺസെപ്ഷൻ തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പാരനോർമൽ സ്റ്റോറീസ് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് മീഡിയംസ് ഹിഡൻ ക്യാമറ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്യാമറയിൽ കാണുന്ന വിഷ്വൽസ് നമ്മൾ യൂട്യൂബിൽ പോയി നോക്കി കാണാൻ കഴിയും. എന്താ പറയുക ഗോസ്റ്റ് ഫോട്ടോ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി ക്യാമറയിലുള്ള ഗോസ്റ്റ് ഇമേജസ്. അപ്പോൾ അത് ആൾക്കാരുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു നെഗറ്റീവിലെത്തിയത്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ MTV ഗേൾസിനായിട്ട് ഒരു ഹൊറർ സീരീസ് ചെയ്യുന്ന സമയത്ത് ഇതേ ട്രീറ്റ്മെന്റാണ് അതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. സോ ഐ ഹാവ് സക്സസ്ഫുള്ളി attempted it and it was successful then. So it's very easy for me to adapt it to this format. Then everything just took off from there. പറയാനുള്ളത് നമുക്ക് ആകെ കിട്ടിയത് നമുക്ക് ആക്ച്വലി സാറ് പഠിച്ചു നമ്മളോട് പറഞ്ഞില്ല ഇതിനകത്ത് ഗോപ്രോ ഉണ്ട്. ഈ ടോൾഡ് ക്യാമറ ആണ്, പക്ഷെ വി നോ ലൈക്ക് ഇറ്റ് ഇസ് ആക്ച്വലി ലൈക്ക് ഷൂട്ടിംഗ് വെൻ ഇറ്റ്സ് ഓൺ. So basically നമ്മൾ അവിടെ ക്യാമറ ഇട്ട് നമ്മൾ അറിയില്ല, നമ്മൾ ഷൂട്ട് ചെയ്തു ഫസ്റ്റ്. ഇനിഷ്യലി വി ഡിഡ് ആർ പാർട്ട്. നമ്മൾ റിഹേഴ്സലായിരുന്നു ആക്ച്വലി ഷോട്ട് ഓൺ. അപ്പൊ നമ്മൾ ഏത് ഷോട്ട് യൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. ഗോപ്രോ, ജംഗിൾ, ലൈറ്റ് ഇതെല്ലാം ഒരു എനിക്ക് വേണ്ടി ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അതൊരു അതൊരു ഡയറക്ടേഴ്സ് പ്ലസ് ഇതിനകത്ത് DOP ടേക്കോനാക്ക ഒരു ജാപ്പനീസ് ഷീ ഹാഡ് വളരെ ഇൻപുട്സ് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ ഗോപ്രോ യൂസ് സജസ്റ്റ് ചെയ്തപ്പോൾ ടെക്നിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ബട്ട് ലക്കിലി ഗോപ്രോയുടെ ലേറ്റസ്റ്റ് വേർഷൻസ് അപ്പോൾ അവൈലബിൾ ആയിരുന്നു മാർക്കറ്റിൽ. സോ അത് എളുപ്പമായി. മലയാളത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് തുടങ്ങുന്ന ഒരു സീനുണ്ട്, കോറിഡോറിൽ നടന്നിട്ടുള്ള സീൻ. അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള റൈറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും ഇവർ കൊടുത്തിട്ടുള്ള ആക്ടേഴ്സ് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ് ആയാലും സാറ് സൗണ്ടിങ്ങിൽ ആ എഫേർട്ട് ഏതെങ്കിലും ഒരു ഏരിയ പാളിയിരുന്നെങ്കിലും കംപ്ലീറ്റ്ലി അതിൻ്റെ എസ്തെറ്റിക് വാല്യൂ മാറിപ്പോയേനെ, വേറെ രീതിയിൽ ആൾക്കാർ എടുത്തേനെ.
പക്ഷെ എല്ലാം റൈറ്റ് ടൈം റൈറ്റ് പോയിന്റിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതിന് എടുത്ത എഫേർട്ടിനെ കുറിച്ച് പറയും. അത് ഈ സൂപ്പർ നാച്ചുറൽ പോസിറ്റീവ് എങ്ങനെ സൗണ്ട് ചേഞ്ച് ചെയ്യും, അതെങ്ങനെ നമുക്കത് ഒരു നാച്ചുറൽ ഇതാക്കാം. അത് ഞാൻ കുറച്ച് AI ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ AI പ്ലഗിൻസ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വോക്കൽ ക്രിയേറ്റ് ചെയ്തത്. യു ഫീൽ എ മാൻ ഇൻസൈഡ് എ വുമൺ. Okay. So that it sort of justifies the story. I wanted that. ഒന്ന് ഒറ്റയടിക്ക് എടുക്കുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ലേയേഴ്സ് അതിനകത്തുള്ളതാണ്. There are various layers of sounds that I have put together, including animals. Plus, just the vocal processing is done through an AI-based platform. So it creates, sometimes you feel like a snake, sometimes you feel very monstrous, sometimes you feel very selective, you know. So as the expression keeps changing, I have to draw lines to create, you know, a scene essence പോകാതെ എന്നാൽ നമുക്ക് സൗണ്ടിലേക്ക് ഭയങ്കര ഓവർപവറിങ് ആകാതെ ആ എസെൻസ് പോകാതെ നിലനിർത്തുക. ഓരോ മൊമെന്റിലും അവിടെ ഓരോരോ എലിമെന്റ്സ് ആയിട്ട് കാണിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻ ആദവും Adam and Eve, our concept, and suddenly the snake comes in. In certain sections, I made her feel like palm in the sea color. You make the voice sound like that. So it's been, it's very carefully crafted like that. That probably that scene comes across very, it is in the right note. Actually, എല്ലാവരും ഒരുമിച്ച് on set, this was sort of caused all this after the shooting. ഷൂട്ടിംഗ് സമയത്ത് സലീൽ സർ, കേക്കോ മാം, കിഷോർ, ഉണ്ണിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് സലീൽ സർ എന്നോട് പറഞ്ഞു ബിക്കോസ് ഐ വാസ് ക്യാരിയിങ് ദാറ്റ് സ്റ്റാർട്ടിങ് വിറ്റ് അങ്ങനെ മേഘ പ്രോസസ്സായിട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ Sajid sir said that, Shruti, you tell me, നിങ്ങൾ പറയൂ, ഇതാണ് പോയിട്രി, ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഇതാണ് സീൻ, നമുക്ക് ഇത് എങ്ങനെയാണ് അത് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. സോ ഹി ഹാഡ് സം സജഷൻസ്. കേക്കോ മാം പറഞ്ഞു, ഓക്കെ ശ്രുതി എങ്ങനെയാണ് അപ്പോൾ അത് വാക്ക് ചെയ്യാൻ പോകുന്നത്, അതുപോലെ ലൈറ്റ്, ഇതാണ് കോറിഡോർ, ഇതാണ് നിങ്ങളുടെ ഒരു ഏരിയ, ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണത് ഒരു കെയർഫുള്ളി കൊറിയോഗ്രാഫ് ചെയ്ത് നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്, എല്ലാതും ഓൺ പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ആ ലൈറ്റിംഗ് ഓൾസോ മേഘയുടെ മനസ്സിൽ നടക്കുന്ന ചില ഫീലിങ്സ്, ചില മാറ്റങ്ങൾ, അതിനനുസരിച്ചിട്ട് അതുപോലെ ലൈറ്റ് ചെയ്തു. ഇഫ് യു സീ ഹി ഈസ് റിയാക്ടിങ് ഓൾസോ ടു മേഘയെ കാണാൻ പറ്റും, പക്ഷെ മേഘയുടെ ഈ മനസ്സിൽ മാറിയ വേറൊരു വേഷം കാണാൻ പറ്റും. സോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിട്ട് റീവ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഗോൺ ടു എ ഡിഫറെൻറ്റ് ടാൻജന്റ് ആൻഡ് വി വർ വെരി കെയർഫുൾ. അതായത് അത്രയും ഡെലിക്കേറ്റ് ആയ ഒരു പോയിന്റ് ആണ് പടത്തിൽ. സോ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആ എസ്തെറ്റിക് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ. വി thoroughly rehearsed it, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത് ഷോട്ട്. And you can see the final product of it. Sir posted the work with it. It was wonderful. Hello. Yes. ഈ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിക്ക് ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റോറീസ് ഇറ്റ്സ് ലൈക്ക് എ മാരേജ് ഓഫ് മൾട്ടിപ്പിൾ തിങ്സ്. സോ ഈ പാരനോർമൽ സംഭവം ഞങ്ങൾ 10 വർഷം മുന്നേ സീരീസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോറിയുടെ മൈത്തോളജി ഇതിനകത്ത് വളരെ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഓട്ടോമാറ്റിക് ഇറ്റ് വാസ് എ വെരി നൈസ് ബ്ലെൻഡിങ്. ഇറ്റ് ഹാപ്പൻ നാച്ചുറൽ. ഒരു പാനിറ്റി കണ്ടന്റ് ആണല്ലോ, അപ്പം മറ്റു ഭാഷകളിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അതിന്റെ പ്ലാനിങ് ഒക്കെ? മറ്റു ഭാഷകളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കറന്റ് മറ്റു ഭാഷകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി ഇതായിരുന്നു. ഭീഷ്മ സിനിമയിലേക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെടുന്നു?
ആക്ച്വലി ഞാൻ എൻ്റെ ഓഡിഷൻസ് കണ്ടായിരുന്നു. അന്നേരം ശിവജനായിരുന്നു ഇതിൻ്റെ ഓഡിഷൻസിനെ പറ്റി പറഞ്ഞത്. അന്നേരം അത് കിട്ടിയപ്പോൾ ഞാൻ ഓഡിഷൻ ചെയ്തു. അന്നേരം ഞാൻ ബോംബെയിലായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സോ അന്നേരം ശിവജൻ നമുക്ക് ഓഡിഷൻ ചെയ്തു, വീഡിയോ എടുത്തു. ഞാൻ സജിസ്റ്ററിനെ ആക്ച്വലി കാണാൻ പോയായിരുന്നു. ആൻഡ് ഹി ടോൾഡ് മീ ദ ഹോൾ സ്റ്റോറി. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക് അപ്പ്. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ സെലക്റ്റഡ് ആയി ആക്ച്വലി. And I was just really grateful. I still remember that I did എനിക്ക് യെസ് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി കലയായിരുന്നു എൻ്റെ അമ്മയുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ കുറേ വർഷമായിട്ട് അഭിനയിക്കുന്നതായിരുന്നു ഫിലിമിൽ, അഭിനയിക്കാനും പാട്ട് പാടാനും. ആൻഡ് thankfully, thanks to everyone, I was able to make that happen. And I had the privilege to work with Rasul sir, Sajid sir, Kishore sir, Shruti ma'am, and JD sir, and Nia sir, Vijba, Konakahara, everyone, Aryan, Gargi, actually everyone. They visited him, Merit Club, like, and the other movie, and actually our boy, it felt like home. And yeah, thank you for everything. ഇതിന്റെ മാക്സിമം ഷൂട്ട് രാത്രിയിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ നേരത്തെ ആരെയും പറഞ്ഞ പോലെ നമുക്ക് തന്നിട്ടുള്ള ടോർച്ചിലെല്ലാം ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം. നമ്മൾ ടോർച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ക്യാമറ ആക്ച്വലി അതെല്ലാം കാണുന്നുണ്ട്. നമ്മളൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കു നഖാര, നമ്മുടെ DOP പുള്ളിക്കാരി പറയും നമ്മൾ താഴെ വീഴുമ്പോൾ ഈ ടോർച്ച് ലൈറ്റ് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് തിരിച്ചു വെക്കണം, എന്നാലേ ക്യാമറയ്ക്ക് നമ്മൾ താഴെ വീഴുന്നത് പതിയത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ആസ് എൻ ആക്ടർ നമ്മൾ ക്യാമറമാനായിട്ടും കൂടി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ രാത്രി ഷൂട്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. കാരണം എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ചില മരത്തിന്റെ മുകളിലും പിന്നെ വേറെ ഏതൊക്കെയോ കോർണറിലൊക്കെയാണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആസ് എൻ ആക്ടർ നമ്മളെപ്പോഴും ഒരു ക്യാമറയ്ക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. യു ആർ റിയാക്ടിങ് ടു എ ക്യാമറ, യു വാണ്ട് ടു ബി ക്യാമറ ഫേവറിങ്, അതൊന്നും ഇല്ല ഇവിടെ. നിങ്ങൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമോ അത് റിയാക്ട് ചെയ്തോളൂ, ഞങ്ങൾ പിടിച്ചോളാം എവിടെന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ്. രാത്രി ഷൂട്ടിന്റെ കാര്യം ചോദിച്ചു പറഞ്ഞത് ഈ സെൽവൈനും അതേപോലെ തന്നെ ഇന്ദ്രധനുഷിനും എത്രത്തോളം വ്യത്യസ്തമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു എമ്പുരാനിലുണ്ടെന്ന് കേൾക്കുന്നു. ഒരു ക്ലിപ്പിന് വേണ്ടിയിട്ടുള്ള ചോദ്യം പോലെ ഞാൻ അയ്യോ ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിയാറ്. ഇപ്പൊ തൽക്കാലം ഞാൻ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ അടുത്തത് സത്യത്തില് ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് ഒരു കോമഡി ഡ്രാമയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ മറ്റേ ഈ നന്മമരം കളിച്ചു, പിന്നീട് വില്ലൻ കളിച്ചു, ഇപ്പൊ നെക്സ്റ്റ് ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഡ്രാമയാണ്. അത് ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ചേച്ചിയും ഞാനുമാണ് ത്രൂ ഔട്ട് അതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു അവസരത്തിലായിരുന്നു സംസാരിക്കും. മാത്രമല്ല വയലൻസ് പോലെ കാണാൻ പേടിയാണ്, കാണാൻ താല്പര്യമില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു ഹൊറർ ചിത്രം വരുന്ന സമയത്തും നമുക്ക് ഹൊറർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരാനോർമൽ എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഓടുമല്ലോ, കുറച്ചുകൂടെ വയലൻസ് ഉള്ള അങ്ങനത്തെ ഒക്കെ അത് മൈൻഡിലുണ്ടല്ലോ. ഫസ്റ്റ് സ്റ്റോറിയിലും അങ്ങനത്തെ എന്തെങ്കിലും വരുമോ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവില് ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതിൽ വളരെ ദുഃഖമുണ്ട്. ദയവേത് ഉപദ്രവിക്കാനില്ല. നല്ല സിനിമകളൊക്കെ വന്ന് ജീവിതം ഒന്ന് സന്തോഷമായി വരുമ്പോൾ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ തന്നെ ഞങ്ങൾ താഴെ ഇടാൻ നോക്കുന്നു. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. ലൈക്ക് വാട്ട് യു
ഇതാണല്ലോ ബ്രോ. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് ടോർച്ചിൽ ക്യാമറ, ഗോപ്രോ ആയിട്ട് ക്യാമറ, വേറെ അവിടെ ഇവിടെ കൂടെ 10-16 ക്യാമറ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയും വലിയൊരു സംഭവത്തെ എഡിറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ടാസ്ക് എന്തായിരുന്നു? ആക്ച്വലി ഈ സിനിമയിൽ കണക്ട് ആവുന്നത് സജീവൻ വഴിയാണ്. സജീവനാണ് സജീവിനെ പരിചയപ്പെട്ടത്. അങ്ങനെ സജീവ് വന്ന് കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ നമുക്ക് പറഞ്ഞാൽ മലയാള ദേശം കാണാത്ത ഒക്കെ പോലെ അധികം വരാത്തൊരു പ്രമേയമാണ്. അപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി കണ്ടന്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് എന്നെ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷം വനിതാ ഫിലിം അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വനിതാ ഫിലിം അവാർഡ് തന്നെ ഏകദേശം ഇതുപോലെയാണ്. ഏകദേശം ഒരു 10-15 ക്യാമറ ഉണ്ടാവും അറ്റ് എ ടൈം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു പരിചയപ്പെട്ടത്. എൻ്റെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് സജീവ് എഡിറ്ററാണ്. സജീവ് എല്ലാം എഡിറ്ററായിരുന്നു. അപ്പോൾ ഒരു എഡിറ്ററിൻ്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഒരു എഡിറ്ററുടെ കൂടെ എഡിറ്റ് ചെയ്യാനാണ് ഏറ്റവും സുഖം. കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ആദ്യമേ തന്നെ പ്ലാനുകളുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു. എന്നാൽ ഞാൻ കുറച്ചധികം നേരം കുറേ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാം. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഒരു 1 വീക്കോളം ഉണ്ടായിരുന്നു. 2 weeks. ഓക്കെ, അറൗണ്ട് 10 days. 10 ഡേയ്സോളം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ വിളിച്ചാണ് പലതരം ദേവേന്ദ്രനാഥ് തിയേറ്റർ പ്രാക്ടീഷൻ, ഹീസ് ആൻ ആക്ടർ, ആക്ടിംഗ് ട്രെയിനർ. അപ്പോൾ ദേവേന്ദ്രനാണ് വർക്ക്ഷോപ്പ് എടുത്തത്. സോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞങ്ങളെപ്പോഴും മറ്റേ ഒരു വണ്ടിയിൽ എല്ലായിടത്തും കൊണ്ടുപോകും, ഒരു വണ്ടിയിൽ തിരിച്ചു കൊണ്ടുവരും അല്ലേ. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സെപ്പറേറ്റ് വണ്ടികളിലൊന്നും കയറ്റുന്നത് 6 പേര് എപ്പോഴും ഒന്നിച്ചിട്ടുണ്ടാവും. ആൻഡ് അപ്പം ഈ വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ തന്നെ പല പല സീക്വൻസുകൾ ചെയ്യുമ്പോഴും വി ഗെറ്റ് ഇൻ ടു ലൈക്ക് പല പല ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈവൻ വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഐ തിങ്ക് ഒരു ട്രഷർ ഹണ്ട് എക്സസൈസ് ഉണ്ടായിരുന്നു. ഞങ്ങളതുപോലെ 3 പേര് ഡിവൈഡ് ചെയ്ത് ഒരു ട്രഷർ ഹണ്ട് ആയിട്ടൊക്കെ ചെയ്തു. എഡിറ്റിംഗ് ടീച്ചറായിരുന്നു. എനിക്ക് ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് ഓർമ്മയില്ല. എഡിറ്റിംഗ് ടീച്ചർ. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോണ്ടായി. പിന്നെ എല്ലാവരും ആക്ച്വലി ഒറ്റ എയിമോടെയാണ് ഈ പടത്തിൽ നിൽക്കുന്നത്. നല്ലൊരു വർക്ക് പുറത്തേക്ക് കൊടുക്കുക, നല്ലൊരു ഔട്ട് കൊടുക്കുക എന്നുള്ള ഒരു എയിമാണ് ഈ 6 പേർക്കും എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ 6 പേർക്കും ഒരു എയിമാണുള്ളത്. ആൻഡ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഓക്കെ ഒരു ആക്ടർക്ക് ചിലപ്പോൾ ഈ ഏരിയയിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു ഒന്നിച്ച് വർക്ക് ചെയ്യാൻ. ശ്രുതി, ഈ ടൈപ്പ് മൂവി ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും